നമസ്കാരം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയും സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. സംഭാവനകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിയെന്ന് ട്രസ്റ്റ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ചമ്പത് റായിക്ക് പുറമെ ട്രസ്റ്റിയായ അനിൽ മിശ്രയും പദവി ഒഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. രാമക്ഷേത്ര ട്രസ്റ്റിന്റെ വ്യാജ ചെക്കുകൾ ചമച്ച് കോടികൾ തട്ടാൻ ശ്രമിച്ച കേസിൽ മുൻ ബാങ്ക് ജീവനക്കാരൻ ഉൾപ്പെടെ 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നിർണായകമായ ഈ രാജി. അന്വേഷണം ചമ്പത് റായിലേക്ക് നീങ്ങവെയാണ് രാജി ഉണ്ടായിരിക്കുന്നത്. 1000 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത് ഉത്തർപ്രദേശ് സർക്കാരിനെയും വെട്ടിലാക്കുന്നു. രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനകളായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിച്ചെന്ന ആരോപണത്തിൽ അയോധ്യ പോലീസ് വ്യാഴാഴ്ച കേസെടുത്തിരുന്നു. VHP ഉപാധ്യക്ഷനായ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായിയുടെ സഹായി ടിന്നു യാദവ് ഉൾപ്പെടെ 8 ആളുകളുടെ പേരിൽ കേസെടുത്തു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ പരാതിയിലാണ് കേസ്. സംഭാവന കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് 2 ദിവസം മുൻപ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് ഈ സംഭവം. ഭാരതീയ ന്യായ സംഹിതയിലെ 306 ഉടമയുടെ കൈവശാവകാശത്തിലുള്ള സ്വത്ത് ക്ലർക്കോ പരിചാരകനോ മോഷ്ടിക്കൽ, 316 വിശ്വാസവഞ്ചന, 371 മോഷണവസ്തു കൈപ്പറ്റൽ, 61 ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതെന്ന് പോലീസ് പറയുന്നു. SITയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശകളെ തുടർന്നാണ് നടപടിയെന്നും പറഞ്ഞു. രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ കേസെടുക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് നടപടിയുണ്ടായത്. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വ്യാഴാഴ്ച രാവിലെ അയോധ്യയിലെത്തിയിരുന്നു. അതിനിടെ ക്ഷേത്ര ട്രസ്റ്റ് സംബന്ധിച്ച വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നിർദ്ദേശപ്രകാരം ആവശ്യപ്പെട്ടെങ്കിലും നൽകാനാവില്ലെന്ന് ചമ്പത് റായ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ SIT അന്വേഷണം നടത്തുന്നതിനാലാണിതെന്നാണ് ചമ്പത് റായ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇന്ദ്രകാന്ത് ദ്വിവേദിയെ അറിയിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ വരുമാനം, ചെലവ്, സംഭാവനകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഭൂമി ഇടപാടുകൾ, സ്വത്ത് വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖകൾ പുറത്തുവിടാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് രജനീഷ് സിംഗ് ആണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയത്. ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, BJP നേതാക്കളായ ബ്രിജ്ഭൂഷൺ, രജനീഷ് സിംഗ് തുടങ്ങിയവർ അയോധ്യയിൽ ലഭിക്കുന്ന സംഭാവനയിൽ കോടികളുടെ തട്ടിപ്പ് നടക്കുന്നതായി ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ മാസം 13-നാണ് UP സർക്കാർ 3-അംഗ SITയെ നിയോഗിച്ചത്. SIT സംഘം കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. കാണിക്ക എണ്ണിയവർ സ്ഥിരമായി പണം മോഷ്ടിച്ച് കടത്തിയ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ട്രസ്റ്റ് ഉന്നതരും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനയിൽ രസീത് ലഭിച്ചില്ലെന്ന പരാതിയുമായി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. സംഭാവന കൈകാര്യം ചെയ്തതിലെ ഗുരുതര പിഴവുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 500 കെട്ടുകൾ പൂർണ്ണമായും കൈമാറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ 8 പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്.